മുഖത്തൊരു കറുത്ത മുഖോണിയുമിട്ട് അദ്ദേഹം ലണ്ടൻ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്നു. നേരെ ബേക്കർ സ്ട്രീറ്റിലേക്ക് എത്തുന്നു. അതിഭയങ്കരമായ ഒരു മനുഷ്യൻ. ശക്തിമാനാണ്, സമ്പന്നനാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിന്റെ രൂപവും ഭാവവുമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തോ അദ്ദേഹം ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം കടന്നു വരുന്നത് നമ്മളെ ബേക്കർ സ്ട്രീറ്റിലെ നമ്മളെ ഷെർലോക്ക് ഹോംസിന്റെ വീട്ടിലേക്കാണ്. ഷെർലോക്ക് ഹോംസ് അദ്ദേഹത്തെ കാണുന്നു. ഇങ്ങനെ ഒരു അതിഥി അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. പറയാൻ കാരണം സ്വന്തം മുഖം പോലും മറിച്ച് എന്തിനാണ് ഇദ്ദേഹം വന്നത് ഷെർലോക്ക് ഹോംസ് ചിന്തിച്ചു. പക്ഷേ ഷെർലോക്ക് ഹോംസിന്റെ ചിന്ത കുറെ ചോദ്യങ്ങളായിട്ടാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പോയത്. അയാളുടെ നേരെ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് തന്റെ മുഖംമൂടി അധികം മറച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. അതൂരി വലിച്ചെറിയേണ്ട ആവശ്യം വന്നു. അത് വിചാരിച്ച പോലുള്ള ഒരാളായിരുന്നില്ല, ഒരു സാധാരണക്കാരനായിരുന്നില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നില്ല. അദ്ദേഹം യൂറോപ്പിലെ അതിസമ്പന്നനും ശക്തനുമായ ഒരു രാജാവായിരുന്നു. വിൽഹം വോൺ. ഒരു രാജാവ് യൂറോപ്പിലെ. അദ്ദേഹം എന്തിനാണ് ഷെർലോക്ക് ഹോംസിനെ കാണാൻ വന്നത്? തീർത്തും അപരിചിതനായ ഒരു രാജാവ് തന്നെ കാണാൻ വന്നിരിക്കുന്നു. എന്തായിരിക്കും കാരണം? ഷെർലോക്ക് ഹോംസിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാജാവ് പറഞ്ഞു, കുറച്ചു വലിയൊരു പ്രശ്നമാണ്. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്റെ വിവാഹമാണ്. സ്കാൻഡിലേനിയൻ രാജകുമാരിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. പക്ഷേ ആ വിവാഹം നടക്കുമോ എന്ന് എനിക്കൊരു ആശങ്ക. അതിനൊരു കാരണമുണ്ട്. ആ ആശങ്കയാണ് നിങ്ങൾ പരിഹരിച്ചു തരേണ്ടത്. ഷെർലോക്ക് ഹോംസ് പറഞ്ഞു, പറയൂ, എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് മുൻപ് ഒരാളോട് പ്രണയമുണ്ടായിരുന്നു. അമേരിക്കയിലെ ഒരു ഗായിക ഐറിൻ ആഡ്ലർ. ഞങ്ങളുടെ സ്വകാര്യ നിമിഷത്തിൽ ഒരു ഫോട്ടോ അവളുടെ പക്കലുണ്ട്. ആ ഫോട്ടോ എന്റെ ജീവിതം പോലും തകർക്കാൻ പറ്റുന്ന, എന്റെ ഈ വിവാഹം പോലും മുടങ്ങാൻ പറ്റുന്ന ഒരു ബോംബാണ്. ആ ബോംബ് എനിക്ക് കിട്ടണം. അത് നിങ്ങൾ എനിക്ക് തേടി പിടിച്ച് തരണം. ഞാൻ പലതവണ നോക്കി, എന്റെ ശക്തിയും പണവും എല്ലാം ഉപയോഗിച്ച് ഞാൻ പലതവണ നോക്കി. പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. അവൾ അതീവ ബുദ്ധിശാലിയാണ്. അവൾ ഓരോ കരുക്കുകളും കറക്റ്റായിട്ട് നീക്കുന്നു. എനിക്ക് അതിന് മുകളിലേക്ക് എത്താനോ വിജയിക്കാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ആ ചിത്രം തന്റെ പക്കലെത്തണം. അതാണ് താങ്കൾ ചെയ്യേണ്ട ജോലി, രാജാവ് പറഞ്ഞു. ഷെർലോക്ക് ഹോംസ് തന്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം നേരെ തന്നെ പോയത് ഐറിൻ ആഡ്ലറുടെ അടുത്തേക്ക് തന്നെയാണ്. പല വേഷങ്ങളും മാറി ഷെർലോക്ക് ഹോംസ് അവളെ പിന്തുടർന്നു. ഒരു ദിവസം ഐറിൻ ഒരു യുവാവുമൊത്ത് ഒരു പള്ളിയിലേക്ക് പോകുന്നത് കണ്ടു. ഷെർലോക്ക് ഹോംസ് മെല്ലെ അവൾ അറിയാണ്ട് അവളെ പിന്തുടർന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്. ഐറിൻ വിവാഹിതയായിരിക്കുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു മറ്റൊരാളുമായി. പിന്നെ എന്തിനാണ് ഐറിൻ ഈ രാജാവിന്റെ പിറകെ ഈ ഫോട്ടോയും എടുത്തു പോകുന്നത്? അവൾക്ക് പണത്തിന്റെ ആവശ്യം? ഷെർലോക്ക് ഹോംസിന് ഒരു കാര്യം മനസ്സിലായി. ഐറിൻ സാധാരണ ഒരു പെൺകുട്ടിയല്ല, അതിബുദ്ധിമതിയായ പെൺകുട്ടിയാണ്. അവൾക്ക് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. അങ്ങനെ ഷെർലോക്ക് ഹോംസ് നമ്മളെ വാട്സനെ കോണ്ടാക്ട് ചെയ്തു. വാട്സണോട് പറഞ്ഞു, സഹായം വേണം. വാട്സൺ വന്നു. ഷെർലോക്ക് ഹോംസ് ഒരു സഹായത്തിന് വിളിച്ചാൽ വാട്സൺ വിവാഹ ജീവിതത്തിലാണെങ്കിലും അതെല്ലാം ഒഴിവാക്കി വരും. അതാണ് വാട്സണും ഷെർലോക്ക് ഹോംസും തമ്മിലുള്ള ബന്ധം. ഒരു ദിവസം ഇവർ പ്ലാൻ ചെയ്ത് വേഷം മാറി ഐറിന്റെ വീടിന്റെ ഉള്ളിൽ കിടന്നു. ഷെർലോക്ക് ഹോംസ് വീടിന്റെ ഉള്ളിൽ കിടന്നപ്പോൾ വാട്സൺ ഒരു ചെറിയ പുക വരുന്നൊരു ബോംബ് പോലെ സാധനം, അപകടകരമല്ലാത്ത സാധനം റൂമിലേക്ക് വലിച്ചെറിഞ്ഞു. പുക വന്നു. ഷെർലോക്ക് ഹോംസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, തീ 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 പിടിച്ചു പറയും. ആൾക്കാർ കൂടി. ഇതെന്തിനാ ചെയ്തെന്നറിയോ? ഇതാണ് അവിടെ നടന്ന ഏറ്റവും വലിയ ബുദ്ധിപരമായിട്ടുള്ള കാര്യം. ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം, ഏതൊരാളായാലും, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് കറക്റ്റായിട്ട് ഷെർലോക്ക് ഹോംസിന് അറിയായിരുന്നു. ഷെർലോക്ക് ഹോംസ് ഐറിനെ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. തന്റെ വീട് തീ പിടിച്ചു പോയാൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആ വസ്തു തന്നിൽ നിന്ന് പോകുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം ഐറിൻ വേഗം തന്നെ ഓടിയത്. ഐറിന്റെ മുകളിൽ നിന്ന് നല്ല വെപ്രാളം ഉണ്ടായിരുന്നു. ഷെർലോക്ക് ഹോംസ് അതെല്ലാം ഒരു ചെറു പുഞ്ചിരിയായിട്ട് നോക്കിയിരുന്നു. ഐറിനെ അദ്ദേഹം മെല്ലെ ഫോളോ ചെയ്തു. അവൾ ഓടിപ്പോയത് തന്റെ കിച്ചണിലേക്കായിരുന്നു. തന്റെ കിച്ചണിൽ ആരും അറിയാത്തൊരു അറ. ആ അറ തുറന്നു. ഐറിന്റെ വീട്ടിൽ എല്ലാം ശാന്തമായി. എല്ലാവരും തിരിച്ചു പോന്നു, കൂടെ ഷെർലോക്ക് ഹോംസും. ഷെർലോക്ക് ഹോംസിന് ഒരു കാര്യം മനസ്സിലായി. അവൾ ഓടിപ്പോയത് കിച്ചണിലേക്കാണ്. അവിടെ എന്തോ ഉണ്ട്. അതായിരിക്കും, അവിടെ തന്നെയാണ് ആ ചിത്രമുള്ളത്. അങ്ങനെ പിറ്റേന്ന് ഷെർലോക്ക് ഹോംസും വാട്സണൊക്കെ വേഷം മാറി വീണ്ടും ഐറിന്റെ വീട്ടിലേക്ക് പോന്നു. പക്ഷെ അവിടെ ഐറിൻ ഇല്ലായിരുന്നു. അവർ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു. വേഗം പോയി ആ കിച്ചന്റെ അടുത്തേക്ക്. ആ കിച്ചണിലെ രഹസ്യ അറ അത് ഷെർലോക്ക് ഹോംസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അയാൾ അതും
തുറന്നു നോക്കിയപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ഷെർലോക്ക് ഹോംസും രാജാവും വാട്സണും എന്നും പ്രതീക്ഷിച്ച ആ ഫോട്ടോ അല്ലായിരുന്നു. തന്റെ ചിത്രമുള്ള, ഐറിന്റെ ചിത്രമുള്ള ഒരു കുഞ്ഞു ഫോട്ടോ, കൂടെ ഒരു കത്തും. ഷെർലോക്ക് ഹോംസ് ആ ഫോട്ടോയും എടുത്തു നോക്കി. ആ കത്ത് തുറന്ന് വായിച്ചപ്പോൾ അത് എഴുതിയിരിക്കുന്നത് മിസ്റ്റർ ഷെർലോക്ക് ഹോംസ്. ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ അടിപതറുന്നത്. ലോകത്തെ സകലമാന അന്വേഷണത്തിലും വിജയകരമായി മുന്നോട്ട് പോയ ഷെർലോക്ക് ഹോംസ് ഒരു സ്ത്രീയുടെ മുന്നിൽ അടിപതറിയിരിക്കുന്നു. അദ്ദേഹം തോറ്റിരിക്കുന്നു. ആ കത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഷെർലോക്ക് ഹോംസ്, നിങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെറിയ ഫോട്ടോ, എന്റെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നു. ഞാൻ ഒന്നിനും ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞു. എനിക്ക് സമാധാനമായിട്ട് ഞാൻ ജീവിക്കണം. ഞാൻ എന്റെ നാട്ടിൽ നിന്ന് പോകുന്നു. എന്നെ പിന്തുടരേണ്ട. ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല. അതെന്ന് പറഞ്ഞാല് ആ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് പണമോ ഒന്നും വേണ്ട. അതായിരുന്നു ഐറിൻ. ഐറിൻ ഒരു നല്ല സ്ത്രീയായിരുന്നു. അവൾക്ക് പണമോ ഒന്നും വേണ്ടായിരുന്നു. അത് ഷെർലോക്ക് ഹോംസിന് കാര്യം കൃത്യമായി മനസ്സിലായി. ഐറിനോട് ഒരു റെസ്പെക്ട് ഷെർലോക്ക് ഹോംസിന് വരുന്നു. രാജാവിന് സന്തോഷമായി. തന്റെ വിവാഹം നടക്കുമെന്നും ഒരു പ്രതിസന്ധിയും ഉണ്ടാവില്ലെന്നും രാജാവിന് മനസ്സിലായി. രാജാവ് ഒരു വലിയ തുക ഷെർലോക്ക് ഹോംസിന് സമ്മാനമായി നൽകി. ഷെർലോക്ക് ഹോംസ് സ്വീകരിച്ചില്ല. അത് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ഫോട്ടോ മതി. ഐറിൻ ആഡ്ലറുടെ ഫോട്ടോ, തന്നെ പരാജയപ്പെടുത്തിയ ഈ പെൺകരുത്തിന്റെ ഫോട്ടോ. ഇതാണ് കഥ. എ സ്കാൻഡൽ ഇൻ ബൊഹീമിയ.